ഓണപ്പൂക്കളമില്ലാതെ എന്തോണം? പൂക്കളം ഒരുക്കൽ അത്ര ചെറിയ പണിയല്ല. അങ്ങനെ അധ്വാനിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഒറിജിനലിനെ തോൽപ്പിക്കുന്ന നല്ല ഒന്നാന്തരം റെഡിമെയ്ഡ് അത്തപ്പൂക്കളം ഇവിടെയുണ്ട്. എവിടെയെന്നല്ലേ? തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ. ഡെക്കറേഷൻ ഐറ്റം മേടിക്കാം, ഓണത്തിൻ്റെ ഡെക്കറേഷൻ ഐറ്റം മേടിക്കാം, ഫ്ലവർ മാറ്റുകൾ മേടിക്കാം, സ്റ്റിക്കറുകൾ മേടിക്കാം, പത്മനാഭൻ്റെ മണ്ണിലുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം. 5 എടുക്കുമ്പോൾ 300 രൂപ ഉള്ളൂ. 5 എടുക്കുമ്പോൾ 300 രൂപ. ഫ്ലവർ മാറ്റ് മേടിക്കാം, ഫ്ലവർ മാറ്റുകൾ എടുക്കാം. അധികം മെനക്കെടാതെ കയ്യിൽ പൂക്കളമെത്തും. നല്ല റെഡിമെയ്ഡ് അത്തപ്പൂക്കളം. കളം വരയ്ക്കേണ്ട, ഡിസൈൻ വേണ്ട, പൂക്കൾ വിതറേണ്ട, കൊണ്ടുവച്ചാൽ മതി. വാടുകയുമില്ല, ഉണങ്ങുകയുമില്ല. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസവും ഈ പൂക്കളം ഉപയോഗിക്കാം. സൂക്ഷിച്ചാൽ വരും വർഷങ്ങളിലും ഉപയോഗിക്കാം. ആദ്യമായിട്ട് ഇറങ്ങിയോണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, എല്ലാവരും വാങ്ങുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് 60 പീസ് ഇറക്കി, അത് ഉടനെ തന്നെ തീർന്നു. പിന്നെ അങ്ങനെ വീണ്ടും 2ാമത് ഇറക്കി, അതും ഒരുവിധം എല്ലാം തീർന്നു. ഇനി ഇപ്പോൾ ഒരു കുറച്ച് പീസേ ഉള്ളൂ. വീണ്ടും കൂടുതലും പോകുന്നത് ജമന്തി മാലകളാണ്. പിന്നെ ഓലക്കുട, മുഖംമൂടി, പുലിക്കളിയുടെ ഡ്രസ്സുകൾ, മാവേലിയുടെ ഡ്രസ്സ് എല്ലാം ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. വിവിധ വലിപ്പത്തിലും പലതരം ആകൃതിയിലും നാനാവർണ്ണങ്ങളിലുമുള്ള റെഡിമെയ്ഡ് അത്തപ്പൂക്കളങ്ങൾ സുലഭമാണ്. നൂലിൽ തീർത്ത ഇവ എത്തുന്നതാകട്ടെ ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയാണ്. ആദ്യം ആൾക്കാരിങ്ങനെ പൂക്കളിടാൻ വേണ്ടിയിട്ട് ഓണപ്പൂ പകൽ. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ്. അത്തപ്പൂക്കളത്തിന് വെറൈറ്റീസ് ആയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പുനരുപയോഗിക്കാൻ കഴിയുന്നതിനാൽ ആവശ്യക്കാരേറെയാണ്. ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പൂക്കളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നമുക്കിത് ഉണ്ടാക്കാം. ഇതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാമല്ലോ. പുതിയൊരു ഐഡിയ ആണ്, ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫ്രണ്ട്ലിയാണ്, യൂസർ ഫ്രണ്ട്ലിയാണ്. ഇതാകുമ്പോഴത്തേക്കും ടൈം ലാഭിക്കാം. കാണാൻ രസമുണ്ട്. ഇത് പൂക്കളും നമുക്ക് സമയം ലാഭിക്കാം. കുറേ സമയം കുടുംബത്തോട് നമുക്ക് നിൽക്കാമല്ലോ. അല്ലെങ്കിൽ പൂക്കളിടുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫാമിലി ആയിട്ട് സംസാരിക്കാനും ബാക്കി പരിപാടി ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് എടുക്കാമല്ലോ. ഇപ്പോൾ പൂക്കൾ മാർക്കറ്റ് മേടിക്കുകയാണെങ്കിലും ഇത്രയ്ക്ക് തന്നെ പൈസ വരത്തുള്ളൂ. ഓരോ കളറിനും ഓരോ പൈസയാവും. ഇതൊന്നിച്ചിട്ടും റീയൂസ് ചെയ്യാമല്ലോ. അത്തപ്പൂക്കളത്തോടൊപ്പം പ്ലാസ്റ്റിക് പൂക്കൾക്കും പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാലകൾക്കും ഡിമാൻഡുണ്ട്. പുലിവേഷം, മാവേലി വേഷം, കിരീടം, കുട തുടങ്ങിയ ഓണം ഡെക്കറേഷൻസിനൊക്കെ വമ്പിച്ച തിരക്ക്. അത്തപ്പൂക്കളങ്ങൾ മേടിക്കാം, മാറ്റുകൾ മേടിക്കാം. ഓണത്തിരക്കിന്റെ അവസാന പാച്ചിലാണ് മലയാളികൾ. അപ്പോഴും റെഡിമെയ്ഡ് പൂക്കളങ്ങൾക്കും പ്ലാസ്റ്റിക് പൂമാലകൾക്കും യാതൊരു ഡിമാൻഡ് കുറവുമില്ല. രാജ്കിരണിനോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.